ഉത്തരാഖണ്ഡിലെ പരാജയം ബി.ജെ.പിയുടെ കണ്ണ് തുറപ്പിക്കുന്നു. മതപരമായ എലമെന്റുകൾ ഉപയോഗിച്ച് എല്ലാ കാലവും നേട്ടമുണ്ടാക്കാൻ കഴിയില്ല. ജയ് ശ്രീറാം വിളികളോടെ ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കിയ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ ഫലസൂചികകൾ യു.പിയിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 10 സീറ്റിലും നിയമസഭാ ഇലക്ഷൻ വരാനിരിക്കുന്നു. 2027 നിയമസഭാ ഇലക്ഷൻ വരുന്നു. വലിയ മറ്റൊരു സെറ്റ്ബാക്ക്, മറ്റൊരു അഭിപ്രായം മഹാരാഷ്ട്രയിൽ നിന്നാണ്. അംബാനി കല്യാണത്തിൽ ശങ്കരാചാര്യ നരേന്ദ്രമോദിയെ അനുഗ്രഹിക്കുന്ന ഫോട്ടോ പല ബി.ജെ.പി ഹാൻഡിലുകളും പ്രചരിപ്പിച്ചിരുന്നു. നല്ല ടേമിലാണ് ബി.ജെ.പിയും നരേന്ദ്രമോദിയും ശങ്കരാചാര്യയും എന്ന് വരുത്തുന്നതിനിടയിലാണ് മഹാരാഷ്ട്രയിൽ നിന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വലിയ രീതിയിലുള്ളൊരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുന്നത്. ബി.ജെ.പിക്ക് മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുന്ന ഒരു പ്രസ്താവനയാണ് ശങ്കരാചാര്യ നൽകിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ സർക്കാർ അട്ടിമറിച്ചുകൊണ്ട് ഉദ്ധവ് താക്കറെയെ പുറത്താക്കിയ നടപടിക്കെതിരെ വിരൽ ചൂണ്ടുകയാണ് ശങ്കരാചാര്യ. ഉദ്ധവ് താക്കറെയോട് ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയെ പിളർത്തുന്നു, ശരത് പവാറിൻ്റെ പാർട്ടിയെ പിളർത്തുന്നു, ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുന്നു. വിശ്വാസവഞ്ചന ചെയ്യുന്നവർ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നില്ല. ഇതാണ് ശങ്കരാചാര്യരുടെ പ്രസ്താവന. ഇത് നരേന്ദ്രമോദിയെയും ബി.ജെ.പിയെയും വെട്ടിലാക്കും. മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ശരത് പവാറിനോടും ഉദ്ധവ് താക്കറെയോടും വലിയ രീതിയിലുള്ള സഹതാപം കാണിച്ചതാണ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ. ഇനിയും അത് നിലനിൽക്കും. ഇതിൻ്റെ ജനാധിപത്യപരമായ വിഷയങ്ങൾ കോടതി ചർച്ച ചെയ്താണ്. സ്പീക്കറുടെ പക്ഷപാതപരമായ ഇടപെടലുകളും മറ്റും ജനാധിപത്യ വിശ്വാസികൾ നിരവധി തവണ ചർച്ച ചെയ്താണ്. അതിലെ അധാർമികത, ജനാധിപത്യ വിരുദ്ധത, ഭരണഘടനാ വിരുദ്ധത ഇതൊക്കെ രാജ്യത്ത് ചർച്ച ചെയ്താണ്. അതോടൊപ്പം അതിന് മതപരമായ ഹിന്ദു സനാതന ധർമ്മങ്ങളുടെ പ്രൊട്ടക്ഷനും ഇല്ല. മതപരമായ ഒരു ആംഗിൾ കൂടി ഉദ്ധവ് താക്കറെയുടെ സർക്കാരിനെ പുറത്താക്കിയതിന് ശങ്കരാചാര്യ നൽകുന്നു.